ഹലോ, അസ്സലാമലൈക്കും. എന്താ മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണ്, മുഖത്ത് കരിവാളിപ്പ്, അതായത് കരിമങ്ങല്യം, ഇതിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോകാൻ വേണ്ടി, കറുത്ത പാട് കുത്തൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു എന്താ ഇപ്പോൾ പറയുക, ഒരു സാധനം ഉണ്ടാക്കാൻ പോവുക മുഖത്ത് തേക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് പച്ചരി ഉണ്ടല്ലോ, പച്ചരി എടുത്താണ്. 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ് എടുത്താണ്. കാണുന്നുണ്ടോ ഉഴുന്നതിൽ? ഇതാ. പിന്നെ ഒരു കിഴങ്ങ് എടുത്താണ്. ഈ കിഴങ്ങുണ്ടല്ലോ, നമ്മൾ എവിടെയെങ്കിലും വെയിലത്തൊക്കെ പോയി വരികയാണെങ്കിൽ ഇതിൻ്റെ ഈ അരച്ചിട്ട് അതിൻ്റെ ആ ഊറിക്കണ പൊടി ഉണ്ടല്ലോ, അത് എടുത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇതും പോകട്ടോ. കരിവാളിപ്പ്, മുഖക്കുരുണ്ടാകുന്ന കല, ഇതൊക്കെ പോകും. കരിവാളിപ്പ് പോകുന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ മുഖക്കുരുവിൻ്റെ പാട് പോകണമെങ്കിൽ കുറച്ച് ഒരു 3-4 പ്രാവശ്യം തേക്കണം കേട്ടോ, എന്നാലേ പോകുള്ളൂ. ഇത് ഒറ്റ തേക്കല്ല തന്നെ പോകും. പൈക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം പച്ചമഞ്ഞൾ കൊടുത്താണ് ഞാൻ. ഇതണ്ട, നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്താണേ. പിന്നെ ഇതാ കറ്റാർവാഴ, ഇതും നമ്മളെ വീട്ടിലുണ്ട്. ഇതണ്ട, ഇതിൻ്റെ കുറച്ച്, ഇതൊക്കെയെന്ന് അറിയുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയത് നല്ല ഒരു സാധനമാണെന്ന്. കറ്റാർവാഴ, കിഴങ്ങ് ഈ കറിയും ഈ ഇതൊക്കെ പോവാൻ നല്ലതാണ്. മുഖത്തുള്ള എന്താണ് കരിവാളിപ്പ് പോകാൻ ഇത് മാത്രം മതി കേട്ടോ. പിന്നെ ഞാൻ ഒന്നും കൂടി, ഇനിയിപ്പോൾ വെളുക്കാനുള്ളവർക്കും ഇത് തേക്കാം. വെളുക്കണ നല്ല കളർ വെക്കും, നല്ലൊരു സാധനം അത്. ഇപ്പം ഈ കരിവാളിപ്പും കറുത്ത പാടൊക്കെ ഉണ്ടല്ലോ മുഖത്ത്, അത് എൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് തേച്ചിട്ട് നല്ല കുറവുണ്ട്. പിന്നെ ഞാനൊരു സാധനം കൂടി തേക്കാനുണ്ട് കേട്ടോ. ഏതാന്ന് പറഞ്ഞുതരാം. കരിവാളിപ്പ് പോകാൻ മുഖം വെളുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കരിവാളിപ്പ് ഇതുണ്ടല്ലോ, കരിവാളിപ്പല്ല, കറുത്ത പാട്, കരിമങ്ങല്യം എന്നൊക്കെ പറയുന്ന സാധനം, ഇതുണ്ടല്ലോ, ഇതിൻ്റെ ജ്യൂസ് നമ്മൾ നിത്യം തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകും. ഇതാ ഈ സാധനം, ഇതിന് കക്കിരി എന്നല്ലേ പറയല്, അതും. അപ്പോൾ ഇതൊക്കെ നല്ല സാധനം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഇതാണ്. ഇത് ഞാൻ പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ തേക്കണത്. എനിക്ക് ഈ മുഖമൊന്നും വെളുപ്പില്ലെങ്കിലും വേണ്ടിയില്ല, കറുത്ത പാട് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് എന്താണ്, കിഴങ്ങ് ഇതിലിടുക. ആദ്യം നമുക്ക് പച്ചരി ഒന്ന് അരച്ചെടുക്കുക. പച്ചരി നമ്മളെ കടിയൊക്കെ ഉണ്ടാക്കണ പച്ചരി കേട്ടോ, അതാണ് ഒന്നും കൂടി നല്ലത്. പിന്നെ അതില്ലെങ്കിൽ മറ്റേ അരിയൊക്കെ എടുക്കാം. പച്ചരി ഫസ്റ്റാണ്. വെളുക്കാനൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കേട്ടോ. ആർക്കപ്പോൾ ഇത് ആവശ്യം വെച്ചാൽ, നമ്മൾ പിന്നെ വെളുക്കണ ഉദ്ദേശമൊന്നുമില്ല. എനിക്ക് ആ മുഖത്തുള്ള ആ കറുപ്പ് നിറം എനിക്കിഷ്ടമല്ല. പല കളറുണ്ടാകുമല്ലോ മുഖത്ത്, എൻ്റെ മുഖത്തുണ്ടായിനി. അപ്പോൾ കുറച്ച് ഇതേ വെള്ളം തന്നെ നമ്മൾ ഇതിപ്പോൾ കഴുകി വെള്ളത്തിലിട്ടതിനെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാനിത് അരച്ചെടുത്ത് കേട്ടോ. ഇതാ നമുക്ക് കാണുന്നില്ലേ, ഇതാ അരച്ചെടുത്താൽ. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു അരിപ്പിയിൽ അരിച്ചെടുക്കണ്ടേ. ഇതിൻ്റെ കൈ ഞാനിങ്ങനെ മേടിയതാട്ടോ, കഴുകിയപ്പോൾ അത് പോന്ന്. അപ്പോൾ അരിപ്പ അവിടെ ഉണ്ട്, വലിയതാണ്. അത് നമുക്ക് ഇങ്ങനത്തെ ഒന്നും മഞ്ഞളും ഒക്കെ അരിക്കേണ്ടതല്ലേ. അപ്പോൾ അതിൽ കറ ഉണ്ടായി വിചാരിച്ച് ഞാൻ ഇത് തന്നെ എടുത്തതാട്ടോ. ഇതാ നല്ല പോലെ അരിഞ്ഞാണ്. ഇതുണ്ട്, ഇതിലൊന്നുമില്ല, നല്ല അരിഞ്ഞ് വന്നിണ്. അപ്പം ഇത് ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ കിഴങ്ങൊന്ന് അരച്ചെടുക്കണം. അപ്പം ഈ ജാറിക്കന്നെ ഇടുക. അത് കഴുകേണ്ട ആവശ്യമില്ല, ഇതിക്കന്നെ അരിഞ്ഞിട്ടാൽ മതി. നല്ലൊരു സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് തേക്കാൻ. പക്ഷെ ഉണ്ടാക്കാൻ സമയം കിട്ടില്ല എന്നേ ഉള്ളൂ.
അപ്പോൾ അതാ കിഴങ്ങും അരച്ചെടുത്തതാ. ഇതിപ്പോൾ അരിച്ചേണ്ട ഇതിൻ്റെ പൊടി മാത്രം എടുക്കണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇതിപ്പോൾ ഇങ്ങനെ ഒഴിച്ചാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഈ എന്താ പറയുക, ഇത് മൊത്തത്തിൽ ഞാൻ ചെത്തിയെടുത്തതായതുകൊണ്ട് ഇതിൻ്റെ തൊലിയൊന്നുമില്ല. അപ്പോൾ തൊലി ഉണ്ടെങ്കിലും തൊലി നല്ലതാണ്. ഞാൻ തൊലിയൊന്ന് ചെത്തിനേ ഉള്ളൂ. ഇനി നമുക്ക് മഞ്ഞളൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതും കൂടെ ഇതിൽ ഒഴിക്കണ്ടേ. ഈ മഞ്ഞളൊന്ന് ഒന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ കറ്റാർവാഴ നല്ലപോലെ കഴുകി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിനെ. പിന്നെ എന്താ പറയുക, ഒരു കറ ഉണ്ടാവുമല്ലോ, അതെല്ലാവർക്കും പറ്റൂല, ആർക്കും പറ്റൂല. അത് ഇല്ലാതൊക്കെ നല്ലത്. ഒരുവിധ ആൾക്കൊന്നും ഇത് പറ്റൂല, ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വെള്ളത്തിലിട്ടേക്കണം മുറിച്ചിട്ട്. അപ്പോൾ ഇതിമല ഞാൻ വരച്ചെടുക്കണത്, മിക്സിയിൽ അരക്കണില്ല കേട്ടോ, വരച്ചെടുക്കുകയാണേ. അപ്പോൾ അതാ ഞാനിത് വരച്ചെടുത്ത് ഇതണ്ട. കറ്റാർവാഴൻ്റെ ജെല്ല്. നമുക്കിതൊന്ന് ഒന്ന് കുറുക്കിയെടുക്കണം ചെറുതായിട്ടൊന്ന്. ഈ അരച്ചെടുത്ത പച്ചരിയും കിഴങ്ങും ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ കക്കിരി തേക്കലുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചെന്നാൽ അത് തേച്ചാൽ പോരെ. അങ്ങനെയല്ല, ഞാനിത് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ടും കൂടിയാട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ. തീ കുറച്ച് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചൂടായാൽ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാം. തീ ഓഫാക്കാം. ഞാൻ തീ ഓഫാക്കിനെ. ഇതാട്ടോ അരച്ചെടുത്ത് ഇതാ കണ്ടില്ലേ. അപ്പം നമ്മൾ അരച്ചത് കുറുക്കിയെടുത്താൽ മതി. ഇതണ്ട നല്ല പോലെ കിട്ടീന്. ഇനി നമുക്ക് ഈ അലവേരൻ്റെ ജെല്ല് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങളെ അടുത്ത് ഇത് പിന്നെ ഇവിടെ വീട്ടിലുണ്ടാക്കിയത് ഇല്ലെങ്കിൽ ഇത് വാങ്ങാൻ കിട്ടുമല്ലോ, അലവേര ജെല്ല്. അതായാലും മതി കേട്ടോ. കണ്ടോ, നല്ലൊരു ക്രീം പോലെ ഉണ്ട്. ഇനി നമുക്ക് അരച്ചെടുത്ത ഈ മഞ്ഞളുണ്ടല്ലോ, ഇതും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഒരു 3-4 ദിവസമൊക്കെ അത് നിൽക്കും. നല്ലപോലെ ഇളക്കി ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതങ്ങോട്ട് തേച്ചാൽ വെളുക്കണവർക്ക് വെളുക്കുക, കറുപ്പ് കളർ പോണവർക്ക് പോകും. കറുപ്പ് കളർ പെട്ടെന്ന് പോകില്ല, ആദ്യം തന്നെ പറയാം. 3-4-5 പ്രാവശ്യമൊക്കെ തേക്കേണ്ടി വരും.
വെളുക്കാൻ പെട്ടെന്ന് വെളുക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി തേച്ച് നോക്കി. കണ്ടില്ലേ, നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. നമുക്ക് ലേശം തേക്കാൻ ഇതിൽ നിന്ന് എടുത്താൽ മതി. കുറേശ്ശെ അങ്ങനെ എടുക്കുക. എന്നിട്ടിത് നല്ല പോലെ കൊണ്ടുപോയി എടുത്തേക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം അത് പിന്നെ 3-4 പ്രാവശ്യം തേക്കാണ്ടത് അങ്ങനെ എടുത്ത് തേക്കുക. ഒരു മരുന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കണ്ട, ഞാൻ നിങ്ങൾക്ക് മോളാട്ടോ തേക്കാൻ പോണ്. എൻ്റെ കയ്യുമൊന്ന് വെറുതെ കൈമള്ളൊന്ന് തേച്ചെന്നേ ഉള്ളൂ. അവളെ മുഖമൊക്കെ സ്കൂളിൽ പോയി വരുമ്പം വെയിൽ കൊണ്ടിട്ട് ആകെ നാശമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഉണ്ടാക്കിയതാണ്, തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറുത്ത പാടുള്ള എന്താണ്, മുഖത്ത് കറുത്ത കലയുള്ളതിലൊക്കെ തേച്ചോളിട്ടോ. നമ്മളത് പിന്നെ കുറേ പോയിന് ഓരോന്ന് ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് തേച്ചിട്ട്. ഉള്ളതിലൊക്കെ ഇത് മാത്രം തേച്ചാൽ മതി, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വെളുക്കണ കാണിച്ചു തരണമെങ്കിൽ ഓള് തേച്ചിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തേച്ചിട്ടില്ല. അതിനിപ്പോൾ കുറേ നേരമൊക്കെ പറയണം, എന്നാലേ തേക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ തേക്കണ കാണിച്ചു തരാമെന്ന് പറയാത്തത്. ഭയങ്കര മടിയാണ് വെക്ക് തേക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.